നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും പലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന ഒരു വേർഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. ഷോപ്പിഫൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പാസീവ് ഇൻകം മോഡലാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നതാണ്. പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്യേണ്ട എന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പലരും ചിന്തിക്കുന്നുണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് ആ സാധനം അയച്ചു കൊടുക്കുന്നത്. അതല്ല, സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്രോസസ്സിന് ഇ-കൊമേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഇതിനെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റുകളൊന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓർഡർ ലഭിച്ച ശേഷം മാത്രം നമ്മൾ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കും. ഓർഡർ വരും, ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് ഇട്ട് കൊടുക്കും വെണ്ടർക്ക്. വെണ്ടർ ഡയറക്റ്റ് ആയിട്ട് ഈ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് അയക്കും. വെണ്ടർ ആവാം, മാനുഫാക്ചർ ആവാം, ഓർ ഇനി സപ്ലയർ ആവാം, ആരും ആയിക്കോളാം. ഒരു മീഡിയേറ്റർ കമ്പനി, അവരായിരിക്കും മെയിൻ സ്റ്റോക്കിസ്റ്റ്, അവരാണ് ഐറ്റംസ് അയച്ചു കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മതിയാവും എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ചെറിയ ചെലവേ ഉള്ളൂ. പ്രത്യേകം വെയർ ഹൗസ് വേണ്ട, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊന്നുമില്ല. ജസ്റ്റ് ഇന്റർനെറ്റ് ആൻഡ് ലാപ്ടോപ്പ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ്, അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്കുള്ള ചെലവ്. ചെറിയ ചെലവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് തന്നെ ഗ്ലോബൽ ബിസിനസ് നിയന്ത്രിക്കാവുന്നതാണ്. നമ്മുടെ ഇവിടെ ഒരു ലൊക്കേഷനിൽ ഇരുന്നിട്ട് ലോകവ്യാപകമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. ചൈനയിൽ നിന്ന് നമുക്ക് ഡ്രോപ്പ് ഷിപ്പ് ചെയ്യണം, ചൈനയിൽ ചെയ്യാം, US ചെയ്യാം, UK ചെയ്യാം, എവിടെ വേണമെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഇവിടെ ഇരുന്നിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയുള്ളത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ഭയങ്കര സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നത്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് പ്രധാന വിഭാഗങ്ങൾ, അതായത് മികച്ച നീഷ് എന്നാണ് പറയുക. അതായത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക്, ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. പോയിട്ട് അത് മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യം. പ്രധാനമായിട്ടും ഇങ്ങനെ ട്രെൻഡിങ് ഉണ്ടാവും. ചില ഐറ്റംസ് ഒക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യും, കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുന്ന ടൈപ്പ് പ്രോഡക്റ്റുകൾ. അപ്പോൾ അത് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മെയിൻലി ടെക് കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് വാച്ചസ് ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. എയർബഡ്സ് വാങ്ങിക്കും. അതുപോലെ മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ആക്സസറീസ്, ഒരുപാട് കവറുകൾ, കേസുകൾ ഒക്കെ ഉണ്ടാവും, സ്റ്റിക്കറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. എനിക്ക് തോന്നുന്നു ഈ കേസിനൊക്കെ ഭയങ്കര ചാൻസ് ആണ്. ഭയങ്കര ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ വാങ്ങിച്ചാലും അടുത്തൊരു കേസ് വാങ്ങിക്കും. കുറച്ച് നാളല്ലേ ഉണ്ടാവുള്ളൂ. മൊബൈൽ ഫോൺ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ ഉപയോഗിക്കും. എന്നാൽ ഇതിന്റെ കേസസ് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അതുപോലെ തന്നെ അതിന്റെ ഗ്ലാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് പുതിയ മോഡൽസ് ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ, ട്രെൻഡിങ് മോഡൽസ് ഒക്കെ ഇറക്കി ഭയങ്കര സാധ്യതയാണ്. അത് ജസ്റ്റ് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലൂടെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതാണ് ട്രെൻഡി ഫാഷൻസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേൾഡിലെ ട്രെൻഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ആ ട്രെൻഡുകൾ കണ്ടെത്തുക. അതിൽ ബാഗുകൾ ഉണ്ടാവും, ഷൂസ് ഉണ്ടാവും, മിനിമലിസ്റ്റ് ജ്വല്ലറികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ യൂത്തിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കുറെ ഐറ്റംസ് നിങ്ങൾ കണ്ടെത്തിയിട്ട്, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങളുടെ സ്റ്റോറിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഇനി മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഷോപ്പിഫൈ ഉപയോഗിച്ചിട്ടാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് മെയിൻലി ആൾക്കാർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് വെബ് വേറെയും ക്രിയേറ്റ് ചെയ്യാം. ഇതും പ്രൊഫഷണൽ തന്നെയാണ്. പക്ഷേ ഷോപ്പിഫൈ ആണ് അതിന് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതൊരു റെന്റഡ് പ്ലാറ്റ്ഫോം ആണ് ഷോപ്പിഫൈ. മന്ത്ലി നമ്മൾ റെന്റ് കൊടുക്കണം ഇവർക്ക്. അതിന്റെ സെർവറിന്റെ കോസ്റ്റ് ആണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ മന്ത്ലി റെന്റ് ബേസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന് സെർവർ അവർ തന്നെ അവരുടെ ഓൺ സെർവറിൽ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. അതിലേക്ക് നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ പ്രൊഫഷണൽ സ്റ്റോർ ഡിസൈൻ നമ്മൾ അതിൽ ചെയ്യണം. അതൊരു ബേസിക്സ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാക്കേജുകൾ, സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഫെസിലിറ്റീസ് കൂടുതൽ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പാക്കേജുകൾ നിങ്ങൾക്ക് ഷോപ്പിഫൈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും, സിമ്പിൾ ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് വളരെ പ്രൊഫഷണൽ ആക്കിയിട്ട് മാറ്റാം. അങ്ങനെയാകുമ്പോൾ ഒരു പ്രൊഫഷണൽ ഡിസൈനറിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലൊരു പ്രൊഫഷണൽ ഷോപ്പിഫൈ സ്റ്റോർ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് മീ. എൻ്റെ നമ്പർ ഞാൻ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓർ ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, netwale.com. netwale.com. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതേപോലെ പ്രൊഫഷണൽ ഷോപ്പിഫൈ സ്റ്റോർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ സർവീസസ് എന്ന് പറഞ്ഞ മെനുവിൽ ഇതിന്റെ പാക്കേജ് കാണാൻ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. നേരിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്പർ 2, ഡൊമൈൻ നെയിം. ഈ ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് വേണം.
ലൈക്ക് ഒരു .com, ഞാൻ നേരത്തെ പറഞ്ഞു netwale.com അല്ലെങ്കിൽ vinishrohini.com, നമ്മുടെ പേര് ഒരു ഡൊമൈൻ, ഒരു പേര് വേണം. അപ്പൊ അങ്ങനെ ഒരു പേര് നമ്മൾ കണ്ടെത്തും. ആ പേര് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്റ്റോറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം, നിലവിലുള്ള റെന്റഡ് സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് കിട്ടി. അതിന്റെ ബാക്കിയുള്ള സ്റ്റോർ മാനേജ്മെന്റ്, ഫൈനാൻസ് എല്ലാം അതിനകത്തുണ്ട്, ഷോപ്പിഫൈക്കകത്ത് ഉണ്ട്. എല്ലാം നമുക്ക് ഒരു ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളുണ്ട്. അടുത്ത ഒരു മൂന്നാമത്തെ ഘടകമാണ് പേയ്മെന്റ് ഗേറ്റ്വേ. ഒരുപാട് പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയ പേയ്മെന്റ് ഗേറ്റ്വേ റാസർപേ ആണ്, ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നത്. നമ്മൾ ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. സ്ട്രൈപ്പ് പോലെയുള്ള പേയ്മെന്റ് പ്രോസസ്സേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പേയ്പാൽ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. $US നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് കറൻസി വേണം നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇനി ഇന്ത്യയിലാണ് നമ്മുടെ മെയിൻലി കച്ചവടമെങ്കിൽ, ഇന്ത്യയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പീസ് തന്നെ നമ്മൾ വേണ്ടി വരും. പുറത്തെ രാജ്യമാണ് ഡോളേഴ്സ് വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഗേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ലാഭത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഫൈനാൻഷ്യൽസ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോസ്റ്റ്, ആഡ് സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ്, ഈ രണ്ട് ചെലവുകളാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രോഡക്റ്റിന്റെ കോസ്റ്റ്, പിന്നെ ഒരു വെബ്സൈറ്റിന്റെ കോസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഇനീഷ്യലി വൺ ടൈം വരുന്ന ഒരു പൈസയാണ്. കൂടാതെ മന്ത്ലി ആ ഷോപ്പിഫൈയുടെ റെന്റും വരും. അപ്രോക്സിമേറ്റ് ഷോപ്പിഫൈയുടെ റെന്റ് ഒരു 1500 വരും. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ വലിയൊരു ഹൈ ലെവലിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ തിങ്ക് ഒരു 30,000 റുപ്പീസ് ഒക്കെ ഡെവലപ്മെന്റ് കോസ്റ്റ് കൂടി വരും. അതുകൂടാതെ മന്ത്ലി ഒരു 1500 വരും. ഒരു 1500 രൂപയുടെ അടുത്ത് ഒരു ഡൊമൈനും വരും. ഏകദേശം ഒരു 35,000 റുപ്പീസ് ഒക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് ഇനീഷ്യൽ ഒരു എക്സ്പെൻസ് നമ്മൾ കാണണം. അഡ്വർടൈസ്മെന്റിനായിട്ട് ഒരു 15,000, ഒരു 15,000 രൂപ അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ട് കാണണം. അങ്ങനെ മൊത്തത്തിൽ ഒരു 50,000, 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രോ ലെവലിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പ്രോഡക്റ്റ് കോസ്റ്റ് പ്ലസ് ആഡ് സ്പെൻഡ്. അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഏതാണ് പ്രോഡക്റ്റ്? എനിക്കൊന്ന് ഷോപ്പിഫൈയിലുള്ള ഈ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പേഴ്സ്, ഒരുപാട് സപ്ലൈസ് ഉണ്ട്. അവര് തന്നെ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആഡുകളൊക്കെ സിമ്പിൾ ആയിട്ട് ഓൺലൈനിൽ ഇപ്പോൾ AI കാലഘട്ടമാണ്. ChatGPT, Gemini ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഡ് ക്യാമ്പയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ആ ക്യാമ്പയിൻസ് നിങ്ങൾക്ക് മെറ്റാ ആഡ്സിലോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റൂൾസ്, പല കൺട്രീസിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാത്രമാണ് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് അടിച്ചു പോകും. അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്തിട്ട് കൃത്യമായിട്ട് AI ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ്, ആഡ് സ്പെൻഡ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതൊരു 500 ആണെന്ന് വിചാരിക്കാം. റവന്യൂ, വരുമാനം. സെല്ലിംഗ് പ്രൈസ് MRP എന്ന് പറയുന്നത് 1200 രൂപ. ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടും. എന്ത് സാധനമാണ്? ജ്വല്ലറി ഒക്കെ ചെറിയ പൈസക്കാണ് കിട്ടുക. ജ്വല്ലറി ഐറ്റംസ് അതൊക്കെ സെല്ല് ചെയ്യുന്നത് ഭയങ്കരമാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ജ്വല്ലറി നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ഒരു നമ്മളുടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ്. അപ്പം ഇടയ്ക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു അവരോട്. അറൗണ്ട് ഒരു 600 റുപ്പീസ് സംതിങ് എത്രയോ ആണ്, 500 സംതിങ് 600, അതിനിടയിൽ ഏതൊരു ഫിഗർ ആണ്. അത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഐറ്റം ഒക്കെ എനിക്ക് വന്നു, കുഴപ്പമില്ല. ഐറ്റം ഒക്കെ കണ്ടു. ഐറ്റം കണ്ടിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ തന്നെ ഒരു കൊളീഗ്സ് ഈ പറഞ്ഞ ജ്വല്ലറി പരിപാടികളൊക്കെ ചെയ്യുന്നത്, അവരുടെ ആഡ് ഉണ്ടപ്പോൾ ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവം, ഇതിന് എത്രയാണ് കോസ്റ്റ്? അപ്പോൾ 150 റുപ്പീസ്, 150 രൂപയാണ് റേറ്റ് ഉള്ളൂ. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരാളുടെ സാധനം വാങ്ങിച്ചു. അപ്പൊ അവരാണ് അതിന്റെ സപ്ലയർ. ഞാൻ കണ്ടായിരുന്നു, വിനീഷ് രോഹിണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്രസ്സ് കണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങളാണ് ഇവിടുന്ന് അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ഇത്ര പൈസയാണ് വാങ്ങിച്ചത്. അത്രയൊക്കെ വാങ്ങിച്ചല്ലേ? ഞങ്ങൾ റീസെല്ലിംഗ് ആണ്, അവര് നമ്മൾക്ക് പൈസ അയച്ചൊന്നും ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഈ മീഡിയേറ്റർ ആയിട്ട് നിന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ ലാഭം ഒന്ന് ആലോചിച്ച് നോക്കി. അറൗണ്ട് 350 റുപ്പീസ് എങ്ങാനും ലാഭം. 350 രൂപ വ്യക്തിക്കില്ല, ഒന്നും അറിഞ്ഞില്ല ആ വ്യക്തി. ജസ്റ്റ് ഒരു വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാണ്. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ തന്നെ പൈസ അയച്ചു. ഇന്നൊന്ന് 550 എങ്ങാനോ ആണ് തോന്നുന്നു. അവരപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഈ സപ്ലയർക്ക് ബാക്കിയുള്ള എമൗണ്ട് 150 രൂപ അയച്ചു കൊടുത്തു. സപ്ലയർ 150 രൂപയ്ക്ക് ഐറ്റം എൻ്റെ വീട്ടിലേക്ക് അയച്ചു തന്നു. ആകെ സപ്ലയർക്ക് 150 രൂപ കിട്ടി. 350 രൂപ ആർക്ക് കിട്ടി? ഈ സ്റ്റാറ്റസ് ഇട്ട ആൾക്ക് ഒന്നും അറിയാതെ കിട്ടി. പ്രോഡക്റ്റും അയക്കേണ്ടി വന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് കസ്റ്റമറിന് കിട്ടി. അത് തന്നെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുക, നാട്ടിലെ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് ഓരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സപ്ലയറുടെ അടുത്ത് ഡയറക്റ്റ് ഇവിടത്തേക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും. ഇവൻ മീഷോയിൽ പോലും നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ വളരെ സിമ്പിളാണ്. ഇത് ചെലവില്ലാതെ ചെയ്യുന്നത്, ചെലവാക്കിയിട്ട് ചെയ്യാം. ലൈക്ക് ഈ ആഡ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന ആഡ് നമുക്ക് പെയ്ഡ് ചെയ്യാം. പേയ്മെന്റ് കൊടുത്തിട്ട് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും. അങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെറ്റയിൽ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം, ഈവൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഗൂഗിളിൽ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഏറ്റവും എളുപ്പം വാട്സപ്പിലാണ്. വാട്സപ്പാണ് സകലമായ ആൾക്കാർ ഇന്ന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെയാണ് കൂടുതൽ നമുക്ക് സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. ആൻഡ് നമ്പർ 2, റവന്യൂ എന്ന് പറഞ്ഞാൽ 1200. അറ്റ ആദായം, നെറ്റ് പ്രോഫിറ്റ്. ഒരു സെയിലിൽ നമുക്ക് 700 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ചെറുത്, ഇതിനേക്കാൾ വലുത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും. സോ സർക്കാരിന്റെ സപ്പോർട്ട് എന്തൊക്കെയാണുള്ളത്? MSME ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ ചെറിയ ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഒക്കെയാണ്, ചെറിയ റൂമൊക്കെ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുദ്ര ലോൺ, കിഷോർ, തരുൺ പോലെയുള്ള ഒരുപാട് ലോൺ സ്കീമുകളുണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുക. 50,000, 4 ലക്ഷം, അതിന്
10 ലക്ഷം രൂപയൊക്കെയുള്ള സർവീസ് സെക്ടറിൽ അതൊക്കെ എടുക്കാം. നിയമപരമായ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് കിട്ടാനും കൂടുതൽ ലോണുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ കൂടി എടുത്തുക. അപ്പോൾ GST രജിസ്ട്രേഷൻ, MSME ഉദ്യമ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ മുദ്ര ലോൺ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തിട്ട് കുറച്ച് നല്ല ലെവലിൽ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. 50,000 ഇങ്ങനെയുള്ള ചിലവ്, ബാക്കി 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഓഫീസും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ചിലവ്. അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് നല്ല ഡ്രോപ്പ് ഷിപ്പിംഗ്, വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഏതെങ്കിലും ഓൺലൈൻ കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കുക. അതായത് മെറ്റ ആഡ്സും അതുപോലെ തന്നെ യൂട്യൂബ് ആഡ്സും അതുപോലെ തന്നെ വാട്സപ്പ് ആഡ്സും ഇതൊക്കെ ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിറ്റിയും ബിൽഡ് ചെയ്യുക. ഒരു ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ട് ആ ബ്രാൻഡ് പേര് നല്ല കമ്മ്യൂണിറ്റിയും കൂടി ബിൽഡ് ചെയ്യുക. സിമ്പിൾ. വിജയത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കുതിക്കാം. സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ. ഡ്രോപ്പ് ഷിപ്പിംഗ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു കോഴ്സ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൈകാതെ തന്നെ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എത്ര പേര് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് റവന്യൂവിൽ എത്തിയിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. സൈനിങ് ഓഫ്. ബൈ.